ഗുഡ് ഈവനിങ്. ഇന്നൊരു സൈഡ് വൈസ് മാർക്കറ്റായിരുന്നു. നിഫ്റ്റി ഓപ്പൺ ആയതിനു ശേഷം ഒരു 25,408 ലോവർ എടുത്തതിന് ശേഷം 25,477 നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ലെവലിൽ തന്നെ പ്രൊജക്ഷൻ എടുത്ത് 25,425 25,477 എന്ന് പറഞ്ഞ റേഞ്ചിൽ സൈഡ് വൈസ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നാളെ നമ്മൾ വാച്ച് ചെയ്യുന്ന ലെവലെന്ന് പറഞ്ഞാൽ 25,477 മുകളിൽ ഗ്യാപ്പ് അപ്പോൾ ഓപ്പൺ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള 25,507 25,587 എന്ന ലെവലിലോട്ടുള്ള മൂവ്മെൻറ്റ് ഇതിന് മുകളിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ലെവൽ ഒരു ടാർഗറ്റായിട്ട് കോൾ വാങ്ങി എടുക്കാവുന്നതാണ്. ഇനി താഴെ 25,425 താഴെ ആണ് ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ 25,384 334 എന്ന ലെവലിലോട്ടൊക്കെ മാർക്കറ്റ് താഴെ ഡൗൺ ആകാൻ സാധ്യതയുണ്ട്. അപ്പം ഫ്യൂച്ചറിൽ ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഇന്നത് ന്യൂട്രൽ ഡേ ആണ്. ഓപ്പൺ ആയതിനു ശേഷം ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് നിൽക്കുകയാണ്. രാവിലെ മാർക്ക് ചെയ്തിരുന്ന രണ്ട് ലെവലുകൾ ഇവിടെ പറയുന്നുണ്ട്. രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 25,570 25,473 ലെവലിൽ ഫ്യൂച്ചർ റേഞ്ച് എടുക്കാൻ ഉള്ള സാധ്യത രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ഫ്യൂച്ചർ റേഞ്ച് എടുത്ത പ്രകാരം തന്നെ ഇവിടെ നിഫ്റ്റി അതനുസരിച്ചുള്ള മൂവ്മെൻറ്റ് സൈഡ് വൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ഫ്യൂച്ചറിൻ്റെ ബേസ് ചെയ്യുമ്പോൾ ഇന്നൊരു ന്യൂട്രൽ ഡേ ആണ്. ന്യൂട്രൽ ഡേക്ക് ശേഷം വരുന്ന ദിവസം നമുക്കൊരു നല്ലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അടുത്തും ന്യൂട്രൽ ഡേ തന്നെ വരാം, അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. അപ്പോൾ നാളെ നമ്മൾ വാച്ച് ചെയ്യുന്ന രണ്ട് സ്ട്രൈക്കുകൾ ഇപ്പം നിലവിൽ നിൽക്കുന്ന നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,461. അപ്പോൾ നമ്മൾ രണ്ട് സ്ട്രൈക്ക് എടുക്കുന്നത് 25,400 പുട്ട് ഓപ്ഷൻ 25,400 പുട്ട് ഓപ്ഷൻ ഇപ്പോൾ നിൽക്കുന്നത് 86 രൂപ 30 പൈസയിലാണ്. 79 127 ആണ് ഹൈ, ലോ 79 127 ഹൈ മേഡ് ചെയ്തിരിക്കുന്നത്. നാളെ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 88 മുകളിൽ ഒരു ഓപ്പൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 97 109 121 133 അങ്ങനെ ലെവലിൽ ടാർഗറ്റ് പ്രതീക്ഷിക്കാം. അതായത് നിഫ്റ്റിയുടെ ഇന്നത്തെ ബ്രേക്ക് ഔട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ടുള്ള ബ്രേക്ക് ഔട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ടാർഗറ്റുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ പോകും. ആ താഴെ പോയാൽ നമുക്ക് ഈ സ്ട്രൈക്കിനെ പി സൈഡിനെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ കോളിൻ്റെ അകത്ത് നമ്മൾ നോക്കുന്നത് 25 കോളിൽ നമ്മൾ എടുക്കുന്ന സ്ട്രൈക്ക് 25,500 25,500 ഇപ്പോൾ നിൽക്കുന്ന ലെവലെന്ന് പറഞ്ഞാൽ 100 രൂപയിലാണ്. 100 രൂപയിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ നാളെ ഗ്യാപ്പ് അപ്പ് തന്ന് റേഞ്ച് ബ്രേക്ക് ഔട്ട് ഇട്ട് 114 മുകളിൽ നമുക്ക് എൻട്രിയിൽ പോവാം. 114 മുകളിൽ 136 151 151 ലെവലൊക്കെ നമുക്ക് ടാർഗറ്റായിട്ട് കിട്ടാം. ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ 84 താഴെ പോകും. 84 താഴെയാണെങ്കിൽ നമുക്ക് സി സൈഡിനെ സ്കിപ്പ് ചെയ്തിട്ട് പി സൈഡ് തന്നെ എൻട്രിയിൽ പോകേണ്ടത് വരും. അപ്പോൾ നാളത്തേക്കുള്ള വ്യൂ ഇതാണ്. അപ്പോൾ നാളെ ട്രേഡിന് ശേഷം വീണ്ടും കാണാം. ഓക്കെ.